ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചാകും തീരുമാനം. ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് നേതൃനിരയിൽ വരേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PM സുധീരൻ. രാജ്യത്ത് അടുത്ത ആഴ്ചയോടെ പെട്രോൾ ഡീസൽ വില കൂടിയേക്കും. ഗാർഹിക പാചകവാതകത്തിനും വില വർദ്ധിക്കുമെന്ന് സൂചന. തൃക്കൂർ നെല്ലിച്ചൂട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിയുകൊണ്ട് തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട സ്വദേശി സിറിലാണ് അറസ്റ്റിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അന്തർ സംസ്ഥാന മോഷ്ടാവിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. കുരിയച്ചിറയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ച ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം സമീപവാസികൾ ഉപരോധിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചാകും തീരുമാനം. തീരുമാനമെടുക്കും മുൻപ് സോണിയാഗാന്ധിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആശയവിനിമയം നടത്തും. AK ആന്റണിയുടെ അഭിപ്രായവും തേടും. ഘടകകക്ഷി നേതാക്കളുമായും സംസാരിക്കുന്നുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചത്. ചർച്ചകൾക്ക് ശേഷം VD സതീശൻ കേരളത്തിൽ മടങ്ങിയെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രതികരണത്തിനില്ലെന്നാണ് സതീശന്റെ നിലപാട്. അതിനിടെ ശക്തി പ്രകടനങ്ങൾ നടത്തുന്നതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് ദേശീയ നേതൃത്വം കർശനമായി നിരീക്ഷിക്കുകയാണ്. ആർക്കുവേണ്ടി പ്രകടനം നടത്തിയാലും കർശന സംഘടനാ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് നേതൃനിരയിൽ വരേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പ്രവർത്തകരെ അംഗീകരിക്കുന്ന നിലപാടുകളാകണം പാർട്ടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രൂപ്പുകൾ പണ്ടുമുണ്ടായിരുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സരങ്ങളും നടന്നിരുന്നു. പക്ഷേ അതൊന്നും താഴെത്തട്ടിലേക്ക് എത്താതിരിക്കാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നു. പാർട്ടിയിൽ ഒരു സ്ഥാനവും താൻ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല. അതാത് കാലത്ത് ഇങ്ങോട്ട് വന്നതാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. INTUC ഉല്ലൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച PR ഫ്രാൻസിസ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പനംകുറ്റിച്ചിറ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിൻഡോ, മോളി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് പയസ് മാത്യു, ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് അടുത്ത ആഴ്ചയോടെ പെട്രോൾ ഡീസൽ വില കൂടുമെന്ന് റിപ്പോർട്ട്. ഇതോടൊപ്പം ഗാർഹിക പാചകവാതകത്തിനും വില വർദ്ധിക്കുമെന്നാണ് സൂചന. ഈ മാസം 15 മുൻപ് ഇന്ധനവില വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ ഉയരും. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ 40 മുതൽ 50 രൂപയുടെ വരെ വർധനവുണ്ടായേക്കാം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് വില വർധനയ്ക്ക് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലും വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ക്രൂഡ് വില ഉയർന്നിട്ടും പെട്രോൾ, ഡീസൽ വിലകൾ കൂട്ടാത്തതിനാൽ രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. രാജ്യത്ത് അടുത്തിടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വില കൂടി വർദ്ധിക്കുന്നതോടെ വിലക്കയറ്റം രൂക്ഷമാകും. ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക് TCV.
തൃക്കൂർ നെല്ലിച്ചൂട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പോട്ട പനമ്പള്ളി നഗർ പടിഞ്ഞാറേക്കാടൻ വീട്ടിൽ സിറിലാണ് അറസ്റ്റിലായത്. മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡിനസ് ഡേവിസിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡിനസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. നെല്ലിച്ചൂടുള്ള ജിംനേഷ്യത്തിൽ നിന്ന് ഇറങ്ങിയ ഡിനസിനെ പ്രതി പുറകിൽ നിന്ന് വന്ന് ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഡിനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും ഒരുമിച്ച് കഴിയുന്നതിനായാണ് ഡിനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. ചാലക്കുടിയിൽ നിന്ന് ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിയുകൊണ്ട് അടിച്ചു വീഴ്ത്തിയതിനു ശേഷം കത്തിക്കുകയായിരുന്നു ലക്ഷ്യം. അവിവാഹിതനായ പ്രതിയുടെ വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ അതിക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തു. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 25ഓളം രഹസ്യ പോലീസിനെ സംഘങ്ങളായി നിയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. അന്തർസംസ്ഥാന മോഷ്ടാവിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശി മണികണ്ഠനാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ മാസം അയ്യന്തോൾ കോടതി സമുച്ചയത്തിൽ വെച്ച് അഭിഭാഷകയുടെ മാല പൊട്ടിക്കുകയും മണ്ണുത്തിയിൽ വെച്ച് റോഡരികിൽ കാർ പാർക്ക് ചെയ്ത് വിശ്രമിക്കുകയായിരുന്ന ഇയാളെ ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്ത് കടന്നുപോവുകയും ചെയ്ത സംഘത്തിലെ മുഖ്യപ്രതിയാണ് അറസ്റ്റിലായത്. കേസിലെ 2 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KC സേതു, ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ തോംസൺ, PG ഇൻസ്പെക്ടർ അമീർ അലി, തൃശൂർ സിറ്റി സാഗോക് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റിജിൻ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. കുരിയച്ചിറയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം ഉപരോധിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചത്. 30 വർഷമായി ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇത്രയും 4-5 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിയില്ല. കഷ്ടം ദുരിതം മാത്രം. മണലും സിമെന്റ് ഈ കെട്ടിടത്തിന് കമ്പിയും പാറയും കല്ലും വീടിന്റെ മൊക്കോട്ട് കൊണ്ടിരിക്കാൻ. ഇപ്പൊ അനധികൃതമായിട്ട് അവർ നോക്കിയ വീടിന്റെ ഓരത്തുനിന്ന് മണ്ണ് വെട്ടിയെടുത്തു. 9 കൊല്ലം താഴ്ചയില് ഇന്നലെ മിനിഞ്ഞാന്ന് കാറ്റത്ത് വീടുകളൊക്കെ ഇടിഞ്ഞു തുടങ്ങി. ഇന്നലെ മഴ പെയ്യുമ്പോഴേ ഞങ്ങൾ കുഞ്ഞുമക്കളിട്ട് പുറത്തിരിക്കായിരുന്നു. മനസ്സിലാവണ്ട, ഞങ്ങൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ ഭീഷണി രീതിയിലാണ് ഞങ്ങളുടെ സംസാരിച്ചത്. അറിയോ, ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ ബിൽഡിംഗ് വെക്കരുത് പറഞ്ഞാ ഇവര് പുറമ്പോക്ക് ഭൂമിയിലാണ് പകുതി മുക്കാൽ ബിൽഡിംഗ് വരെ ഇരിക്കുന്നത് ഇവിടെ. ഇന്നലെ ഞങ്ങൾ ഈ കണ്ട പേരുന്നു. ഈ നേരെ വരെ ഒരു ആക്ഷൻ അവർ എടുത്തിട്ടില്ല. ഈ നേരെ വരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇതിന് മുതലാളി വരാണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇഞ്ചാണെങ്കിൽ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഇവിടെ അനങ്ങില്ലേട്ടാ. പാർപ്പിട സമുച്ചയം വികസിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനായി ആഴത്തിൽ കുഴിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് തകർച്ചാ ഭീഷണിയിലായിരിക്കുകയാണ് 4 പതിറ്റാണ്ടിലേറെയായി കുരിയച്ചിറ പാറക്കയറ്റം കനാലിനരികെയുള്ള പോപ്പ് ജോൺ സെക്കൻഡ് ബ്ലോക്കിൽ താമസിക്കുന്ന 10-ലേറെ കുടുംബങ്ങൾ. കനാലിനരികെ താമസിക്കുന്ന ഈ വീടുകളുടെ പിറകുവശത്താണ് പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വീടുകളോട് ചേർന്ന് ആഴത്തിൽ കുഴിച്ച് മണ്ണെടുത്തതിനാൽ വീടുകളുടെ ചുമരിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളും ഏതു നിമിഷവും കുഴിയിലേക്ക് ഇടിയുമെന്ന സ്ഥിതിയിലാണ്.
നിർമ്മാണത്തിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കല്ലും കമ്പിയും ഉൾപ്പെടെയുള്ളവ വീഴുന്നത് പതിവാണെന്ന് പ്രതിഷേധ സമരം നടത്തിയ വീട്ടുകാർ പറഞ്ഞു. ദേശായി ഹോംസ് ഫ്ലാറ്റ് വന്നതോടുകൂടി ഇവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. പിള്ളേർക്കൊക്കെ രോഗങ്ങളെന്നും സിമെന്റ് മണല് പൊടി എല്ലാവരും വീടിൻ്റെ അകത്തുണ്ട്. ഇവരെ ഓട് പോവുക അതേണ്ടില്ലേ ആകെ പൊളിഞ്ഞ് വീടിൻ്റെ അതാണ്. ഇതെപ്പോഴാണെങ്കിൽ നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഒക്കെ കൂടി പൊളിഞ്ഞ് അവിടെ ദേശായി ഫ്ലാറ്റിൻ്റെ അടിയിലേക്ക് വന്ന് വീഴും. ഇവര് ഇവിടെ പണിത് തുടങ്ങിയപ്പോട്ട് നമുക്ക് ഭയങ്കര ദുരിതമാണ്. വീടുകളെ വീഴാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കണത്. നമ്മളെ അധികാരികളെ ഒന്ന് വിവരം അറിയിച്ചിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുത്ത് തരാണ് ഞങ്ങൾക്ക് സൗകര്യം. ഞങ്ങളല്ലാണ്ട് എവിടേക്ക് പോകാനാ? ഇവർ പറയുന്നത് വാടകയ്ക്ക് വീട് എടുത്ത് പോകാനാ. വാടകയ്ക്ക് വീട് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇതിനായി ശാശ്വതമായ ഒരു പരിഹാരം ഇവരുണ്ടാക്കി തരണം. പ്രശ്നം കോർപ്പറേഷൻ മേയറോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് മേയറും സംഘവും ശനിയാഴ്ച നേരിൽ കണ്ട് ബോധ്യപ്പെട്ടെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. സമീപ വീടുകൾക്ക് ഭീഷണിയായ നിർമ്മാണ പ്രവർത്തനം ഉടൻ നിർത്തിവെച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. ഇത് ഇന്നലെ വന്ന് പരാതിപ്പെട്ടു, ഇവരെല്ലാം പരാതിപ്പെട്ടു. ഇവിടെ വന്ന് അടിയന്തരമായി സാഹചര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇവർക്ക് എല്ലാം പറഞ്ഞു, ഇവർക്ക് വീട് വാടക വീട് എടുത്തു കൊടുക്കാമെന്നല്ല പറഞ്ഞാൽ, വാടക എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ഒരു വാക്കിൻ്റെ മാത്രമായിട്ട് ഇവിടുന്ന് ഗേറ്റ് എല്ലാവരും കടന്നു പോന്നു. അതിനുശേഷം അവർക്ക് എന്താ ഏതാണെന്ന് അറിയില്ല. അവർ പറയാം ഞങ്ങളെ പറഞ്ഞിട്ടില്ല. ആ മഴ പെയ്തതിന് ശേഷമാണ് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീട്ടില് ഒരു വീടിൻ്റെ ഭാഗികമായിട്ട് മൊത്തം പൊളിഞ്ഞു. അതിനുശേഷം ഇവർക്ക് വാടക കൊടുക്കുക, അത് കൊടുക്കണില്ല. ഞങ്ങൾ വേണ്ട വേറെ ഒന്നും വേണ്ട, ഇവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അടിയന്തരമായിട്ട് ഇവിടുത്തെ കൗൺസിലർമാരാവട്ടെ, മേയർ വന്നിരുന്നു. മേയർ ഇന്നലെ വന്നു, ജസ്റ്റ് വന്നു കണ്ടു കൊടുത്ത് പോയി. ആ മേയറും ഇടപെട്ട് ഇവിടുത്തെ MLA, ഇപ്പോഴത്തെ MLA രാജൻ, ഒരുപാട് മന്ത്രിമാർ വരാൻ പോകുന്നുണ്ട്. അവരൊക്കെ വന്ന് ഇടപെട്ട് ഇതേപോലത്തെ വലിയ ഫ്ലാറ്റാണ് ദേശായി ഹോംസ്, എറണാകുളത്താണ്. അപ്പം ഇവർക്ക് വേണ്ടി അടിയന്തരമായി ചെയ്യണം. ഉപരോധത്തിനിടെ ഒരു വീട്ടമ്മ മണ്ണെണ്ണ നിറച്ച കുപ്പിയുമായി പ്രതിഷേധിച്ചത് ആശങ്ക സൃഷ്ടിച്ചെങ്കിലും അവരെ മറ്റുള്ളവർ അനുനയിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ. തൃശൂർ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന് സമീപം അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. ഏകദേശം 60 വയസ്സ് തോന്നിക്കുന്ന പുരുഷനാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് സൂചന. ഇയാൾ ട്രെയിനിന് മുന്നിലേക്ക് കയറി നിന്നതായി റെയിൽവേ ജീവനക്കാരും ദൃക്സാക്ഷികളും പറഞ്ഞു. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. TV-ക്ക് അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 10 മണിക്ക് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. വൻ ആരാധക വൃന്ദവും ചടങ്ങിന് സാക്ഷിയായി. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മന്ത്രിമാരില്ല. കോൺഗ്രസ് മന്ത്രിമാരെ വിശ്വാസ വോട്ടിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് വിജയിയുടെ നേതൃത്വത്തിൽ TV-ക്ക് സർക്കാർ രൂപീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുന്നു. കേരളത്തിലെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച യോഗത്തിലുണ്ടാകും. ഭരണവിരുദ്ധ വികാരം കൂടാതെ സംഘടനാ തലത്തിൽ വന്ന വീഴ്ചകളും തോൽവിക്ക് കാരണമായെന്ന വിലയിരുത്തലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതിൽ PBയിൽ ആലോചനയുണ്ടാകും. സ്ഥാനം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ താൽപര്യം അറിയിക്കുമോ എന്നതാണ് ആകാംക്ഷ. പിണറായി താൽപര്യക്കുറവ് അറിയിച്ചാൽ മാത്രമേ മറ്റൊരാളെ പരിഗണിക്കാനായി തീരുമാനിക്കൂ. പിണറായി ഇല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെയാകും പ്രതിപക്ഷ നേതാവായി പരിഗണിക്കുക. സുവോളജിക്കൽ പാർക്ക് കേന്ദ്രീകരിച്ച് ഉല്ലൂർ മണ്ഡലത്തെ ടൂറിസ്റ്റ് കോറിഡോറാക്കി മാറ്റുമെന്ന് K. രാജൻ പറഞ്ഞു. മണ്ഡലത്തിലെ പര്യടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷത്തെ തന്റെ വികസന പദ്ധതികളിലെ മുൻതൂക്കം ഇതിനായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലയിലെയും മറ്റ് ഇതര ജില്ലകളിലെയും ടൂറിസം കേന്ദ്രങ്ങളെയും കൂട്ടിയോജിപ്പിച്ചാണ് ടൂറിസം കോറിഡോർ പദ്ധതി നടപ്പിലാക്കുക. നിലവിലുള്ള റോഡുകൾ BMBC-യാക്കി പൂർത്തിയാക്കും. സാമൂഹ്യ സാംസ്കാരിക മേഖലയുടെ വളർച്ചയ്ക്കായി ഉല്ലൂരിൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്നും K. രാജൻ പറഞ്ഞു. വടക്കാഞ്ചേരി വാഴക്കോട് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ട്രാവലർ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാഴക്കോട് എടലംകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ പുതുരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ വൈദ്യുതി പോസ്റ്റും തകർന്നു. വടക്കാഞ്ചേരി മങ്ങാട് 4-കല്ല് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആതുര ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതി കടുത്ത വിവേചനമാണ് നേരിടുന്നതെന്നും ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്നും ബെന്നി ബെഹനാൻ MP.
ചാലക്കുടിയിൽ നടന്ന ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള 39ാം വാർഷിക സമ്മേളനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2 ആക്ടുകളിലും ഹോമിയോപ്പതിക്ക് പരിഗണന ഉണ്ടായില്ല. ഭേദഗതികൾ ആവശ്യപ്പെട്ട് ഭാരവാഹികൾ നിവേദനം തയ്യാറാക്കിയാൽ വിഷയം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അനുകൂല നിലപാടിന് പരിശ്രമിക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. ഡോക്ടർ ജിതേഷ്, ഡോക്ടർ N രാമസ്വാമി ശർമ്മ എന്നിവർ സെമിനാർ നയിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം, ട്രഷറർ ഡോക്ടർ ഹരി വിശ്വജിത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ MR മൃദുൽ, സെമിനാർ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TL സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover whenever I go there. La Crème de la Fraîcheur. French Diary Ice Creams. A Taste Factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. അമേരിക്കയിലെ ട്രയാത്തലോൺ മത്സരത്തിൽ അയൺമാനായി കൊടുങ്ങല്ലൂർക്കാരൻ ശ്രീനാരായണപുരം സ്വദേശിയായ സജിത്താണ് നേട്ടം കൈവരിച്ചത്. ടെക്സസിൽ നടന്ന 140.6 മൈൽ അയൺമാൻ ട്രയാത്തലോൺ മത്സരം വിജയകരമായി പൂർത്തിയാക്കിയാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിയായ 55-കാരൻ സജിത്ത് തോപ്പിൽ പ്രകാശൻ ഈ നേട്ടം കൈവരിച്ചത്. 2.4 മൈൽ നീന്തലും 112 മൈൽ സൈക്കിൾ സവാരിയും 26.2 മൈൽ മാരത്തൺ ഓട്ടവും ചേർന്നതാണ് അയൺമാൻ ട്രയാത്തലോൺ. മനുഷ്യന്റെ ശാരീരികക്ഷമത പരീക്ഷിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട കായിക മത്സരമാണിത്. ആകെ 13 മണിക്കൂർ 53 മിനിറ്റ് 49 സെക്കൻഡിലാണ് സജിത്ത് ലക്ഷ്യം കണ്ടത്. കഴിഞ്ഞ വർഷം കാനഡയിലെ കാൽഗരിയിൽ നടന്ന മത്സരത്തിലും സജിത്ത് അയൺമാൻ യോഗ്യത നേടിയിരുന്നു. അടുത്തതായി ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കലിൽ ബിരുദം നേടിയ ശേഷം മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത സജിത്ത് 19 വർഷമായി കാനഡയിലാണ് താമസം. ലേഖയാണ് ഭാര്യ. നീരജ്, സൂരജ് എന്നിവർ മക്കളാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരുവല്ലമല പറക്കൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി. പാമ്പാടി, പടിഞ്ഞാട്ടുമുറി, കിഴക്കുമുറി എന്നീ 3 ദേശങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. പറക്കൂട്ടുകാവിന്റെ ശ്രീമൂലസ്ഥാനമായ കണിയാർക്കോട് വടക്കേ കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. പാമ്പാടി ദേശം മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയും കിഴക്കുമുറി ദേശം മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്നുമാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21ഓളം ഗജവീരന്മാർ അണിനിരന്നു. ആയിരങ്ങളെ സാക്ഷി നിർത്തി നടന്ന കുടമാറ്റം കാഴ്ചവിരുന്നൊരുക്കി. കാള, കുതിരവേലകൾ, പൂതൻ, തിറ, വെള്ളാട്ട്, കലിവേഷങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. അന്തിക്കാട് ചെമ്മാപ്പള്ളിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച പ്രതി പിടിയിലായി. ഊരകം പൂച്ചിനിപ്പാടം സ്വദേശി പറക്കൂട്ടുകരക്കാരൻ വീട്ടിൽ ജസ്റ്റോയെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെമ്മാപ്പള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മെജോയുടെ സഹോദരിയുടെ മകളെ ജസ്റ്റോ നിരന്തരം ശല്യം ചെയ്തിരുന്നു. ശല്യം സഹിക്കവയ്യാതെ പെൺകുട്ടിയെ മെജോ സ്വന്തം വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഇതിന്റെ വിരോധത്താലാണ് പ്രതി മെജോയുടെ വീട്ടിലെ വാഹനങ്ങൾ തല്ലി തകർത്തത്. തൃശൂർ ശക്തൻ തമ്പുരാൻ നഗറിൽ മീറ്റ് ജീസസ് പ്രയർ ടീം ദൈവശബ്ദം സംഘടിപ്പിച്ച സമൂഹ വിവാഹത്തിലെ നവവധൂവരന്മാർക്ക് തൃശൂർ ഡോളേഴ്സ് ബസിലിക്ക ഹാളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോളേഴ്സ് ബസിലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മീറ്റ് ജീസസ് പ്രയർ ടീം ലീഡർ ജോസ് മേലത്ത്, കരിസ്മാറ്റിക് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കാടൻ,
മഞ്ഞക്കുന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ, എറണാകുളം KPSC സെക്രട്ടറി സാബു M. വർഗീസ്, കരിസ്മാറ്റിക് കോർഡിനേറ്റർ ഷാജു പൊന്നൂക്കര, ഷോബി നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ദൈവശബ്ദം കൺവെൻഷനെ തുടർന്ന് സംഘടിപ്പിച്ച സമൂഹ വിവാഹത്തിൽ തൃശൂർ അതിരൂപതയിലെ ജാതി മതഭേദമന്യേ നിർധനരായ 5 പെൺകുട്ടികൾക്കാണ് വിവാഹ സഹായം നൽകിയത്. മീറ്റ് ജീസസ് പ്രയർ ടീം, ദൈവശബ്ദം ഭാരവാഹികളും അംഗങ്ങളും സമൂഹ വിവാഹത്തിനും തുടർന്ന് സംഘടിപ്പിച്ച സ്വീകരണത്തിനും നേതൃത്വം നൽകി. TCV തൃശൂർ. ദേശീയപാത കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ ജംഗ്ഷനിൽ ക്വാറി വേസ്റ്റിട്ട് കണക്ഷൻ റോഡുകളിലെ കുഴിയടയ്ക്കാൻ കരാർ കമ്പനി നടത്തിയ ശ്രമം യാത്രക്കാർക്ക് ദുരിതമായി. മഴ മൂലം വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിൽ ക്വാറി വേസ്റ്റിട്ടതോടെ ഇരുചക്ര വാഹന യാത്രികർ തെന്നി വീഴുന്ന അവസ്ഥയാണ്. വണ്ടികളായാലും കാറുകളായാലും ഓട്ടോറിക്ഷകളായാലും ഈ വരുന്ന വഴിയിൽ അതിലും ഉള്ളിൽ കുടുങ്ങുക. അതിൽ നിന്നുള്ള ആളുകൾ പാസഞ്ചേഴ്സ് ഇറങ്ങി അത് തള്ളിക്കൊണ്ടോണ്ട അവസ്ഥ വരിക. കുട്ടികളും കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരുകൾ ആ ചെളിയിൽ വന്ന് പെടുക. എത്രയോ സാഹചര്യങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവരുടേതായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, വേണ്ട എന്ന് പറയുന്നില്ല. അവരെന്ത് ചെയ്യണം, ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് വരുന്ന യാത്രക്കാരൊക്കെ അറിയിക്കുന്ന രീതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാരിക്കേഡ് കെട്ടുകയോ അല്ലെങ്കിൽ ഒരു റിബൺ കെട്ടുകയോ അല്ലെങ്കിൽ ഒരു ബോർഡ് വെക്കുകയോ ഇതൊന്നും ചെയ്യാതെ കണ്ടിട്ടാണ് അവരിതിപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഞാനിവിടെ വന്ന് ഇത്രയും നേരം ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ഞാനിവിടെ വന്ന് ഇവരെ കുറച്ച് സൂപ്പർവൈസർമാർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുകൾ ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് അത് ഒരു ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലൊന്നും ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് പിന്നീട് ഇവിടെ ആരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല. ടാർ ഉപയോഗിച്ച് കുഴിയടയ്ക്കുന്നതിന് പകരം ക്വാറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടതാണ് യാത്രക്കാർക്ക് തിരിച്ചടിയായത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ അപകടാവസ്ഥ അധികൃതരും കണ്ടമട്ടില്ല. കാണുന്നതെല്ലാം മനോഹരമായ വരികളാക്കി മാറ്റി സ്വയം ആലപിച്ച് നാട്ടുകാരുടെ പ്രശംസ നേടുകയാണ് കൊടകരയിലെ വിമുക്ത ഭടൻ നാരായണൻ. തന്റെ ചിന്തകളും അനുഭവങ്ങളും നാരായണന്റെ ചുണ്ടിൽ പാട്ടുകളായി മാറുകയാണ്. കൊടകര മരത്തോമ്പിള്ളി കളപ്പുരയ്ക്കൽ വീട്ടിൽ നാരായണൻ എന്ന 80-കാരനാണ് താൻ എഴുതിയ പാട്ടുകളെല്ലാം ഉടുക്കിന്റെ അകമ്പടിയോടെ പാടുന്നത്. കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ, കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ, കുടിക്കുമ്പോ പോരാന്ന് തോന്നും, കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാകാം. പാട്ടുകൾ എഴുതിയും പാടിയും വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് നാരായണൻ. 20 വർഷത്തോളം സൈനിക സേവനം അനുഷ്ഠിച്ച ഇദ്ദേഹം 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൈനിക സേവനത്തിന് ശേഷം 16 വർഷം കേരള പോലീസിലും സേവനം അനുഷ്ഠിച്ചു. പോലീസിന്റെ ജംഗിൾ ക്യാമ്പിൽ വെച്ചാണ് ആദ്യമായി പാട്ടുപാടാൻ തുടങ്ങിയത്. ക്യാമ്പിലെത്തിയ അക്കാലത്തെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും ചലച്ചിത്ര താരവുമായിരുന്ന ജഗന്നാഥവർമ്മയാണ് ക്യാമ്പിൽ വെച്ച് നാരായണനോട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടത്. ജംഗിൾ ട്രെയിനിങ്, പോലീസിന്റെ ജംഗിൾ ട്രെയിനിങ് ഉണ്ടായപ്പോൾ നാരായണ ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വലിയ പാട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു SI ചെന്ന് പറഞ്ഞു നാരായണൻ പാട്ട് പാടും. പിന്നെ പാടാതിരുന്നാൽ എനിക്കതൊരു സങ്കടമാവും. അപ്പം അന്ന് ഞാനൊരു പാട്ട് പാടിയത് പളനിമലയിൽ തന്നെയിലെ പല്ലു കൊല്ലും മൃഗം എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അന്ന് പാട്ടുപാടിയതോടെ പാടാനുള്ള തന്റെ കഴിവ് നാരായണൻ സ്വയം തിരിച്ചറിയുകയായിരുന്നു. നാട്ടിലെ നിരവധി സംഘടനകളാണ് നാരായണനിലെ ഗായകനെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. TCV കൊടകര. വിദ്വേഷ രാഷ്ട്രീയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ മതേതര കക്ഷികൾക്ക് ജാഗ്രത കുറവ് സംഭവിച്ചുവെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പറവൂർ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ സോൺ സമസ്ത സെന്റിനറി അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മതേതര പൈതൃകത്തിന് പോറലേൽക്കാൻ പാടില്ലയെന്നും മതേതര കക്ഷികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. PM അബ്ദുൽ കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, ജമാലുദ്ദീൻ ഹാജി, KM റാഫിദ് സക്കാഫി, I മുഹമ്മദ് കുട്ടി സുഹരി, ഷമീർ എറിയാട്, AK അബ്ദുൽ മജീദ്, KA റഫീഖ് സക്കാഫി എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകുവാൻ പുതിയ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് യൂണിയൻ പ്രസിഡന്റ് KN നാരായണൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി CD വത്സ അധ്യക്ഷത വഹിച്ചു. K രോഹിണി, KG ഗിനീഷ്, PS ഷോബി, K സുഷിത, BC സ്വപ്ന, MJ ആൻസി തുടങ്ങിയവർ സംസാരിച്ചു.
ബംഗാൾ ഉൾക്കടലിൽ തിങ്കളാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച തൃശൂർ, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും ചൊവ്വാഴ്ച എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചാകും തീരുമാനം. ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് നേതൃനിരയിൽ വരേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. രാജ്യത്ത് അടുത്ത ആഴ്ചയോടെ പെട്രോൾ, ഡീസൽ വില കൂടിയേക്കും. ഗാർഹിക പാചകവാതകത്തിന് വില വർദ്ധിക്കുമെന്ന സൂചന. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട സ്വദേശി സിറിലാണ് അറസ്റ്റായത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അന്തർ സംസ്ഥാന മോഷ്ടാവിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. കുരിയച്ചിറയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം സമീപവാസികൾ ഉപരോധിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.